നമ്മുടെ പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ ഇപ്പോൾ. ഇപ്പം നമ്മുടെ സർക്കാർ 9ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കുട്ടികൾ ഇപ്പോൾ 9ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴാണ് നമുക്ക് സ്കൂളിൽ നിന്ന് നമുക്ക് ടെസ്റ്റൊക്കെ വാങ്ങാൻ പറ്റുന്നത്. ഇപ്പോഴേ നമ്മളെ സർക്കാർ പുതിയതൊന്ന് ചെയ്തിരിക്കുന്നു. കുട്ടികൾ 9 പരീക്ഷ എഴുതി എക്സാം കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പം 10ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് വിതരണം ചെയ്ത്. ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ സർക്കാരിന് പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? എന്നാൽ നമ്മളെ സർക്കാരിന് വീണ്ടും അടുത്ത ഇലക്ഷനും മുന്നോട്ട് പോകും. അത് നമ്മൾ പ്രതിസന്ധി തരണം ചെയ്യണം. ഇപ്പോൾ തന്നെ ലോകത്ത് ഈ മയക്കുമരുന്ന് കാരണം വീടുകളിൽ ഒരു മനസ്സമാധാനവും ഇല്ലാതെ അമ്മയപ്പന്മാരും സഹോദരിമാരും കഷ്ടപ്പെടുന്നു. ഇപ്പോൾ വൈക്കത്ത് കണ്ടോ, 20 വയസ്സായ ഒരു പെൺകുട്ടിയെ സ്വന്തം പിതാവ് ജന്മം കൊടുത്ത അച്ഛൻ പീഡിപ്പിക്കാനും ലൈംഗിക അതിക്രമത്തിനും അയാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഒഴിഞ്ഞു മാറി ജീവിക്കണം. അതിനൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും വീട്ടിനകത്ത് സാധിക്കാത്ത കാലം വന്നിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അച്ഛനമ്മ പേടിച്ചാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ജീവിച്ചത്. അന്നൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയം അമ്പലത്തിൽ പോകണമെങ്കിൽ തന്നെ ചോദിച്ചാൽ വിടത്തില്ല. അവരെ കൂട്ടത്തിൽ കൂടെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു പട്ടാള ചിട്ടയിലും പട്ടാള റൂളിലും വളർന്നതാണ് ഞങ്ങളൊക്കെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോകം എങ്ങനെയെന്നും നമ്മുടെ തിരുവനന്തപുരം എങ്ങനെ ഇരിക്കണമെന്ന് പോലും കണ്ടിട്ടുള്ളൂ. ഈ കുട്ടികൾ ഇങ്ങനെ ജീവിക്കണ ഈ പിതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ എങ്ങനെ ജീവിക്കും? അമ്മയെ വിളിച്ചിട്ട് വേണം കുട്ടിക്ക് ഡ്രസ്സ് മാറാനും കുളിക്കാനും ആഹാരം കഴിക്കാനും ആ വീട്ടിൽ കയറാനും പറ്റും. പുറത്ത് പോയിട്ട് വരണമെങ്കിൽ അമ്മയെ വിളിച്ച് കൂട്ടിക്കൊണ്ടേ വീട്ടിനകത്ത് കയറാൻ പറ്റും. ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെ അതിക്രമം ചെയ്യും. സ്വന്തം പിതാവ്, ജനിപ്പിച്ച പിതാവ്. ഇതിനൊക്കെ സർക്കാർ ഇടപെടണം. നമ്മളെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം. ഈ പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന പിതാക്കളും സഹോദരന്മാരും മയക്കുമരുന്ന് അടിമയായി അയാൾ ജയിലിൽ കിടന്നിട്ട് വന്ന 15 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ആ കുട്ടിയുടെ ഈ കുട്ടി ഇത്രയും വർഷം എങ്ങനെ ആ വീട്ടിൽ ജീവിച്ചു പോകുന്നു? പുറത്ത് പറയാൻ പെൺകുട്ടിയല്ലേ, അഭിമാനം കരുതി പുറത്ത് പറഞ്ഞില്ല. ഇപ്പം സഹിക്കാൻ വയ്യാതെ ആയിരിക്കും പുറത്ത് പറഞ്ഞത്. ഇതൊക്കെ ഒരു ക്രൂരതയാണല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടയം കോളേജ് ക്യാമ്പസ് ഹോസ്റ്റലിൽ അവിടെ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ്. ആ മയക്കുമരുന്നിൻ്റെ കേന്ദ്രം ഇതുവരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനോ അധികാരികളോ അവരെ ചെന്ന് പരിശോധിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ 1 ഗ്രാം പിടിച്ചാലും 100 ഗ്രാം നമ്മൾ മയക്കുമരുന്ന് പിടിച്ചാലും എല്ലാ നിയമവകുപ്പും